അധ്യായം 21 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മോവാബു താഴ്വരയിലേക്ക്. അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഓബോത്തിൽ ചെന്ന് പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് മോവാബിനെതിരെയുള്ള മരുഭൂമിയിൽ ഈയെ അബറീമിൽ കിഴക്കുദിക്കിന് അഭിമുഖം പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സേരെത്ത് താഴ്വരയിൽ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് അർണോൺ നദിയുടെ മറുകരയിൽ പാളയമടിച്ചു. മരുഭൂമിയിൽ അമോര്യരുടെ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അർണോൺ അമോര്യരുടെയും മൊവാബ്യരുടെയും മധ്യേയുള്ള അതിരാണ്. അതിനാൽ കർത്താവിന്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സൂഫായിലെ വാഹബ് വരെ ഞങ്ങൾ മുന്നേറി. അർണോൺ താഴ്വരയിലൂടെ ആറിന്റെ ആസ്ഥാനം വരെ നീണ്ടുകിടക്കുന്ന താഴ്വരയുടെ ചരിവുകളിലൂടെ അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. അർണോൺ താഴ്വരയിലൂടെ ആറിന്റെ ആസ്ഥാനം വരെ നീണ്ടുകിടക്കുന്ന താഴ്വരയുടെ ചരിവുകളിലൂടെ അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി: കിണറെ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ചു പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ചെങ്കോലും ദണ്ഡുകളും കൊണ്ട് ജനനേതാക്കൾ കുത്തിയ കിണർ. അവർ ബേറിൽ നിന്ന് മത്താനായിലേക്ക് യാത്ര തുടർന്നു. മത്താനായിൽ നിന്ന് നഹലിയേലിലേക്കും അവിടെ നിന്ന് ബാമോത്തിലേക്കും ബാമോത്തിൽ നിന്ന് മരുഭൂമിക്കെതിരെ സ്ഥിതി ചെയ്യുന്ന പിസ്ഗ ഗിരിശൃംഗത്തിന് താഴെയുള്ള മൊവാബ് ദേശത്തെ താഴ്വരയിലേക്കും പോയി. കർത്താവിൻ്റെ വചനം.